നമസ്കാരം. എൻ്റെ പേര് വിമല സെബാസ്റ്റ്യൻ. ഞാൻ ജീവൻ ട്രസ്റ്റിൻ്റെ ഫൗണ്ടിങ് മെമ്പറാണ്. ഇപ്പോൾ വെയ്ക്ക്ഫീൽഡ് യോർക്ക്ഷയറിൽ ഒരു ഡെൻറ്റിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ഡൊമസ്റ്റിക് അബ്യൂസിനെ കുറിച്ച് സംസാരിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് സൂസൻ ഫിലിപ്പ്. സൂസൻ ഒരു സോഷ്യൽ വർക്കറായിട്ട് അഡൾട്ട്സിൻ്റെയും കുട്ടികളുടെയും കൂടെ 15 വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട്. Now she's a senior lecturer at Northampton University. She's also pursuing a professional doctorate in health and social care. And she is very active socially. ഒരു കൗൺസിലർ കൂടിയാണ് നമ്മുടെ സൂസൻ. വെൽക്കം സൂസൻ to this talk. Thank you. It's a privilege to be here. സൂസൻ, ആദ്യമായിട്ടുള്ളൊരു ചോദ്യം, എന്താണ് ഡൊമസ്റ്റിക് അബ്യൂസ് അഥവാ ഡൊമസ്റ്റിക് വയലൻസിനെ പറ്റി കുറെ അധികം ഇപ്പോ മീഡിയയിലൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, അതിനെ കുറിച്ചൊന്ന് പറയാം. ഓക്കെ, ഡൊമസ്റ്റിക് അബ്യൂസ് ഇപ്പൊ വിമല പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടെർമിനോളജിയാണ് ഡൊമസ്റ്റിക് അബ്യൂസ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത്. ഈ ഡൊമസ്റ്റിക് എന്ന് പറയുന്ന വാക്കിൽ തന്നെ അത് ആക്ച്വലി ഇസ് ഹാപ്പനിങ് വിതിൻ ദ ഹൗസ് ഹോൾഡ്. വീടിൻ്റെ ഉള്ളിൽ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഇറ്റ് ക്യാൻ ബി ബിറ്റ്വീൻ പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ ഓവർ 18 years ഓൾഡർ ആയിട്ടുള്ള ഒരു അഡൾട്ടുമായിട്ട്, ഫോർ എക്സാമ്പിൾ ബ്രദർ ആകാം, സിസ്റ്റർ ആകാം. പാരന്റിങ് റെസ്പോൺസിബിലിറ്റി 18 years തീരുമ്പോൾ ദാറ്റ് ഓൾസോ ബിക്കം ഡൊമസ്റ്റിക് അബ്യൂസ്. അതായത് ഒരു പാരന്റൽ അബ്യൂസിൽ നിന്ന് മാറിയിട്ട് അത് ഡൊമസ്റ്റിക് അബ്യൂസ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകും. ഈ ഡൊമസ്റ്റിക് അബ്യൂസ് എന്ന് പറയുന്നത് ഫിസിക്കൽ മാത്രമല്ല. ഓക്കെ, ഒരു വെർബൽ ത്രെട്ടണിങ് അത് ഡൊമസ്റ്റിക് അബ്യൂസിൽ വരും. ഇമോഷണൽ ആയിട്ടുള്ള അബ്യൂസ്, കവേഴ്സീവ് കൺട്രോള്, ഈവൺ ഒരു പാർട്ട്ണറിന്റെ ഫൈനാൻസ് കൺട്രോള്. ഈ ഫൈനാൻസ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ ഫാമിലി തന്നെ നമ്മളിപ്പോൾ ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് ആണെങ്കിൽ നമുക്ക് പലതരം സ്കിൽ സെറ്റ്സ് ഉണ്ട് അല്ലേ. ചില കാര്യങ്ങളിൽ നമ്മൾ ചിലപ്പം ലീഡിങ് റോൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡാണ് ഷോപ്പിങ്ങിൽ ലീഡിങ് റോൾ എടുക്കുന്നത്. ആ ഒരു റോൾ എടുക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് അത് അബ്യൂസ് ആകുന്നില്ല. അവിടെ എപ്പോൾ കൺട്രോളിൻ്റെ എലമെന്റ് വരുമോ, ഓക്കെ, ആ ഒരു കൊവേഴ്സീവ് ആയിട്ടുള്ള കൺട്രോൾ, ഇപ്പം അതായത് കണ്ടിന്യൂസ്ലി ഒരാളുടെ അടുത്ത പാർട്ട്ണറിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കീപ്പ് ഓൺ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അവരുടെ ഫൈനാൻസ് ഇവർ തന്നെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുക, പാർട്ട്ണറിന് അതിന് ആക്സസ് ഇല്ലാതാകെ വരിക, അതുപോലെ തന്നെ അവർക്ക് വരുന്ന മൊബൈൽ ഫോൺ മെസ്സേജുകൾ, അവരാരോട് കൂട്ടുകൂടുന്നു, അവരെവിടെ പുറത്തു പോകുന്നു, ഇതെല്ലാം ഒരു മറ്റൊരാളുടെ കംപ്ലീറ്റ് കൺട്രോളിൽ വരികയും ഈ ഇൻഡിവിജ്വലിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ വിഷസും ഫീലിങ്സ് ഒന്നും ചെയ്യാൻ പറ്റാതെ വരികയും ഇവർ പേടിയോടുകൂടെ കാര്യങ്ങൾ ചെയ്യുകയും വരുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ദാറ്റ് ഈസ് ഡൊമസ്റ്റിക് അബ്യൂസ്. ഓക്കെ, ഇനി ഡൊമസ്റ്റിക് അബ്യൂസ് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ക്ലിയർ എവിഡൻസ് ഓഫ് എ പവർ ഇംബാലൻസ്. അത് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് ആകാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിൽ താമസിക്കുന്ന ആ റിലേറ്റീവ് മെമ്പേഴ്സ് തമ്മിലാകാം. അപ്പൊ ഇതിനകത്ത് വരുന്ന പവർ ഇംബാലൻസിൽ നിന്നും പവർ കോൺഫ്ലിക്റ്റിൽ നിന്നും ഉണ്ടാകുന്ന ഈഗോയിൽ നിന്നാണ് ഈ ഡൊമസ്റ്റിക് അബ്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഡൊമസ്റ്റിക് അബ്യൂസ് ചെയ്യുന്ന ആള് അദ്ദേഹത്തിന് ഒത്തിരി, ഇപ്പം അദ്ദേഹമാകാം, ഇറ്റ് ക്യാൻ ബി എ മെയിൽ ഓർ ഫീമെയിൽ ഓർ എനി ജെൻഡർ. അതിലൊരു ഫീമെയിൽ മാത്രമാണ് വിക്ടിം, മെയിൽ മാത്രമാണ് ചെയ്യുന്നത്, അങ്ങനെയില്ല, ഇറ്റ് ക്യാൻ ബി എനി ജെൻഡർ. അപ്പം ഈ ഒരു വ്യക്തിയുടെ കുറെ ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സൈക്കോളജിക്കൽ കണ്ടീഷൻ, അല്ലെങ്കിൽ അവരവരുടെ പാരന്റിൽ നിന്ന് സോഷ്യൽ ലേണിംഗ് നിന്ന് കണ്ടുപഠിച്ചിട്ടുള്ള റോളുകൾ. അപ്പം അതിന്റെ പലതിൻ്റെയും ആസ്പെക്റ്റ് ആയിട്ട്, അതായത് അപ്ബ്രിങ്ങിങ്, സോഷ്യൽ ലേണിംഗ്, റോൾ, കൾച്ചർ, എന്തിൻ്റെയും ഫലമായിട്ട് അവർ ശരിയെന്ന് തോന്നി ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് അടുത്ത ആളുടെ കൺട്രോൾ ഷുഡ് ബി വിത്തിൻ മീ, അല്ലെങ്കിൽ ഐ ലൂസ് പവർ. എനിക്ക് നിങ്ങളെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഐ ലൂസ് പവർ. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും. ആ ചെയ്യുന്നത് ഇമോഷണൽ അബ്യൂസ് ആകാം, ചിലപ്പോൾ അത് സമയത്ത് ഭയങ്കര സ്വീറ്റ് ടോക്കിലൂടെ അത് വരാം, പക്ഷെ അതിനുശേഷം പിന്നീട് ഒരു അടുത്ത സൈക്കിൾ അതൊരു വയലൻസ് ആയിട്ട് വരാം. പിന്നെ ഈ ഡൊമസ്റ്റിക് അബ്യൂസിന്റെ സൈക്കിൾ പറയുന്ന പോലെ ഒരു ഹണിമൂൺ പീരീഡ് ഉണ്ട്. അപ്പൊ ഡൊമസ്റ്റിക് അബ്യൂസിന് തന്നെ ഇറ്റ് സെൽഫ് റിസർച്ച് പറയുന്നത് ദർ ഈസ് എ സൈക്കിൾ, അത് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്. ഇത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഇതൊരു മലയാളി കമ്മ്യൂണിറ്റിയുടെ മാത്രമോ ഒരു ഇന്ത്യൻ ഒരു സംസ്കാരത്തിന്റെ ഭാഗമോ ഒന്നുമല്ല. ഇറ്റ്സ് എല്ലായിടത്തും ഉള്ള ഒരു എന്താ പറയുന്ന ഒരു ശരിയല്ലാത്ത ഒരു
പ്രവണതയാണ് ഡൊമസ്റ്റിക് അബ്യൂസ് എന്ന് പറയുന്നത്. ഈ ഡൊമസ്റ്റിക് അബ്യൂസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ബിക്കോസ് ഇറ്റ്സ് കോസ് ഹാം ടു അതർ ഇൻഡിവിജ്വൽ ഫിസിക്കലി ആൻഡ് ഇമോഷണലി. അപ്പോൾ അതിനെ ലീഗലി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ രാജ്യങ്ങളിലും നിയമങ്ങളുണ്ട്. അതേപോലെ തന്നെ UK വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലെജിസ്ലേഷനാണ് ഇവിടുത്തെ ഡൊമസ്റ്റിക് ആക്ട് എന്ന് പറയുന്നത്. സൂസൻ ഇത്രയും പറയുന്നത് ഒരു ചോദ്യം, ഇത് എത്ര പ്രെവലന്റ് ആണ്, എത്ര പേർക്ക് ഇത് സംഭവിക്കുന്നുണ്ട്? നാട്ടിലെ കണക്ക്, ഇന്ത്യയിലെ കണക്കോ UK കണക്കോ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എവിടെയാണ് ഇത് കൂടുതൽ സംഭവിക്കുന്നത്? ഇതിനെക്കുറിച്ച് ഇത് കൂടുതൽ സംഭവിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആദ്യം അഡ്രസ്സ് ചെയ്യണം. അതൊരു കൈൻഡ് ഓഫ് റിലേറ്റീവ് കൺസെപ്റ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഇന്ത്യയിൽ നടക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന എല്ലാ ഡൊമസ്റ്റിക് അബ്യൂസും ഇപ്പം UK നടക്കുന്ന അതേ പ്രപ്പോർഷനിൽ റിപ്പോർട്ട് ചെയ്യപ്പെടണമെന്നില്ല. ഇപ്പം UK ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസിന്റെ ക്രൈം സർവേ റിപ്പോർട്ട് പ്രകാരം എവറി വീക്ക് 2 women are killed due to domestic abuse. അപ്പോൾ നമ്മൾ വിചാരിക്കും UK ഇത്ര ഡെവലപ്പ് കൺട്രിയാണ്, ഡൊമസ്റ്റിക് അബ്യൂസ് ഇവിടെ ഇല്ലെന്ന്. ഇറ്റ് ഈസ് റിയലി പ്രിവലന്റ് ഹിയർ. അപ്പോൾ ഇംഗ്ലണ്ടിലെ ക്രൈം സർവേ പ്രകാരം ഇപ്പോൾ 2023 സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഏകദേശം 2.1 മില്യൺ പോപ്പുലേഷൻ, ഓക്കെ, അത് മെജോറിറ്റി വിമൺ ആണ്, അവർ ഡൊമസ്റ്റിക് അബ്യൂസിന്റെ വിക്ടിം ആണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ആക്ച്വലി അൺബിലീവബിൾ ആയിട്ട് തോന്നും നമ്മൾ ആ നമ്പേഴ്സ് കേൾക്കുമ്പോൾ. അതുപോലെ ഫാക്ച്വലാണ് 2 women in every week are killed by domestic abuse. അപ്പം ആ കണക്ക് ഇവിടെയും സ്റ്റിൽ പ്രിവലൻ്റ് ആണ്. അതുകൊണ്ട് ഇവിടെ ഒത്തിരി ക്യാമ്പയിൻസും അവയർനെസ്സും അതുപോലെ തന്നെ ലീഗലായിട്ടുള്ള ആക്ഷൻസും എടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ കണക്ക് പ്രകാരം ഫാമിലി ഹെൽത്ത് സർവേയുടെ കണക്ക് പ്രകാരം 10% ഓഫ് വിമൻ സഫറിങ് ഫ്രം ഡൊമസ്റ്റിക് അബ്യൂസ് എന്നാണ് പറയുന്നത്. അപ്പം സ്റ്റിൽ ഈസ് മാസീവ് നമ്പർ അല്ലേ, 1 in 10 എന്ന് പറയുമ്പോൾ സ്റ്റിൽ ഈസ് മാസീവ് നമ്പർ. പിന്നെ പൊതുവെ കേരളത്തിലെ ഏജ് ഗ്രൂപ്പ് 25 to 40 ആ ഒരു ഏജ് ഗ്രൂപ്പിലാണ് കൂടുതലായിട്ട് ഡൊമസ്റ്റിക് അബ്യൂസ് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് വിമൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ പറയുമ്പോഴും മെയിൽ അല്ലെങ്കിൽ അത് സെക്ഷൽ ഓറിയൻറ്റേഷൻ, സെക്ഷൽ ഐഡൻറ്റിറ്റി ഉള്ളവർ ഡൊമസ്റ്റിക് അബ്യൂസ് ഫേസ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഇതാണ് കണക്കുകൾ. UK വരുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നാട്ടിലായിരിക്കുമ്പോൾ അവർക്ക് അവരുടെ കുടുംബത്തിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അത് ഇവിടെ വന്നതിൽ പിന്നെയാണ് ഇതൊക്കെ വളരെയധികം മുഴച്ചു നിൽക്കാൻ തോന്നുന്നത്, അതേ പുറത്തു വരുന്നത്. അതിന് ഇവിടെ വന്നതിൻ്റെ ഒരു ടെൻഷനോ സ്ട്രെസ്സോ അതാണോ ഇതിന്റെ കാരണമെന്ന് അന്വേഷിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതിനെക്കുറിച്ച് സൂസൻ എന്താണ് തോന്നുന്നത്? അതായത് ഈ ഡൊമസ്റ്റിക് അബ്യൂസിന്റെ കോണ്ടെക്സ്റ്റിലാണോ വിമല ചോദിക്കുന്നത്? ഡൊമസ്റ്റിക് അബ്യൂസിന്റെ കോണ്ടെക്സ്റ്റ്, ഒരു കുഴപ്പമില്ലാതെ അല്ലെങ്കിൽ വളരെ കുഴപ്പമില്ലാതെ നീങ്ങിയിരുന്ന ഭാര്യയും ഭർത്താവും കുട്ടികളും ഇവിടെ വന്നിട്ട് അത് കൂടുതലായിട്ട് അവരുടെ ഇടയിലുള്ള ടെൻഷനും ഈ ഡൊമസ്റ്റിക് അബ്യൂസും കൂടിയിരിക്കുന്നു. അപ്പൊ അതിന് ഒരു കാരണമുണ്ടോ? അത് വാസ്തവമാണോ? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായി. ഇതൊരു റെലവന്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ വളരെ കോംപ്ലക്സ് ആണ്. ഇതിനകത്ത് ഒത്തിരി എലമെന്റ്സ് ഉണ്ട് ഇതിൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം മിക്കവാറും ഈ കമന്റ് പറയുന്നില്ല, അതായത് അവരുടെ ഫാമിലി നാട്ടിലൊക്കെയായി പോകുകയായിരുന്നു എന്ന് കമന്റ് പറയുന്നവര് ഇവര് രണ്ടുപേരുമായിരിക്കില്ല, അത് പുറത്തു നിന്നുള്ള ആളുകളായിരിക്കും. അപ്പൊ ഒന്ന് ഫാക്ച്വലി അവരൊക്കെ പോവുകയായിരുന്നു എന്നുള്ളത് ഏത് എവിഡൻസിന്റെ ബേസിലാണ് പറയുന്നത്? അത് പുറത്തു നിന്നുള്ള കാഴ്ചയുടെ ബേസിൽ ക്ലോസ് ആയി നിൽക്കുന്ന ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സോ പറയുന്നതായിരിക്കാം. അപ്പൊ ഒന്ന് അതിൽ നമുക്ക് ഫാക്ട് അറിയില്ല. പിന്നീട് ഈ ഡൊമസ്റ്റിക് അബ്യൂസിന്റെ വിക്ടിം ആയിരിക്കില്ല പറയുന്നത് ഞങ്ങൾ ഇത്രയോ നാൾ ഓക്കെയായി പോകുകയായിരുന്നു എന്ന് വിക്ടിം ഇതുവരെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അതായത് വിക്ടിമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ബട്ട് ഞങ്ങൾ തമ്മിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, എല്ലാം ഓക്കെ ആയിരുന്നു എന്ന് ഈ ഡൊമസ്റ്റിക് അബ്യൂസ് കമ്മിറ്റ് ചെയ്ത ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ പ്രശ്നമായത്. അപ്പൊ പ്രശ്നം നേരത്തെ ഉണ്ടായിരിക്കാം, പക്ഷെ UK വരുമ്പോൾ ഓഫ് കോഴ്സ് അറിയാലോ, ഒരു കംപ്ലീറ്റ്ലി ചേഞ്ച് ഇൻ കൾച്ചർ. ആളുകൾ ഒത്തിരി സ്ട്രഗിളിൽ കൂടെ പോകും. അത് ഫൈനാൻഷ്യൽ സ്ട്രഗിൾ ആയിരിക്കാം, ഇമോഷണൽ സ്ട്രഗിൾ ആയിരിക്കാം, പിന്നെ അതുപോലെ അവരുടെ സോഷ്യൽ നെറ്റ്വർക്ക്സ് കുറയുന്നുണ്ട്. അപ്പം ഈ ഉണ്ടായിരുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ട്രിഗർ ചെയ്യുകയും എസ്കലേറ്റ് ചെയ്യുകയും ചെയ്യപ്പെടും. അപ്പോൾ അതൊരു റീസൺ ആണ്. പിന്നെ വേറൊരു റീസൺ പറഞ്ഞാൽ ഇപ്പം കൂടുതൽ നമുക്കറിയാലോ, ഇപ്പൊ വിക്ടിമായിട്ട് കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സ്ത്രീകളാണ്. ഓക്കെ, ഒരു പക്ഷേ സ്ത്രീകൾ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസി ഗെയിൻ ചെയ്തു. ഓക്കെ, അതുമാത്രമല്ല ഈ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസി ഗെയിൻ ചെയ്യുന്നത് അവർ വർക്ക് ചെയ്യുമ്പോഴാണ്. സോ വർക്ക് ഈസ് ആൻ അഡീഷണൽ പ്രഷർ അവർക്ക് തരുന്നുണ്ട്. അപ്പം ആ ഒരു എലമെന്റും കൂടെ വന്നു കഴിയുമ്പം ഓഫ് കോഴ്സ് അതർ പാർട്ടി അവരെ എല്ലാ ആസ്പെക്റ്റിലും കൺട്രോൾ ചെയ്യുമ്പം അവർക്കത് പിടിച്ചു നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തും.
പ്ലസ് ഇവിടെ വന്നതിന് ശേഷം അവർക്ക് ഇത് ശരിയല്ല, ഐ ഷുഡൻ ബി ട്രീറ്റഡ് ലൈക്ക് ദാറ്റ് എന്നുള്ള അവയർനെസ്സും അവർക്ക് കിട്ടും. അപ്പൊ ഇതിൽ ഏത് എലമെന്റിൽ വേണമെങ്കിലും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടാം. ഇനി ഇതൊരു തേർഡ് പാർട്ടി കണ്ടാലും, നാളെ ഈ ഡൊമസ്റ്റിക് അബ്യൂസ് നടക്കുന്നത് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ്, അവരുടെ കുട്ടി കണ്ടു, അല്ലെങ്കിൽ ഒരു നെയ്ബർ കണ്ടു, ഫ്രണ്ട് കണ്ടു, ബിക്കോസ് അസ് ഇറ്റ് ഈസ് എ സേഫ് ഗാർഡിംഗ് മാറ്റർ, ഇത് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ജസ്റ്റ് നാട്ടിലില്ലാതിരുന്നൊരു പ്രശ്നവും ഇവിടെ വന്നപ്പോൾ ഉള്ള പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഒരിക്കലും ഡൊമസ്റ്റിക് അബ്യൂസ് അക്കോർഡിംഗ് ടു റിസർച്ച് ഇത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നതല്ല. ഓക്കെ, അത് ഡൊമസ്റ്റിക് അബ്യൂസ് കമ്മിറ്റ് ചെയ്യുന്നവരുടെ ബൈ നേച്ചർ അവരുടെ റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് കാണും. ബട്ട് പ്രോബബ്ലി അവർ അറ്റ് ഡിഫറെന്റ് ലെവലിലായിരുന്നിരിക്കാം അത്. ഓക്കെ, ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ടുള്ള ഒരു ലെവലിലായിരിക്കാം അത് ഈ ട്രിഗർ ചെയ്ത് ഇത്രത്തോളം എസ്കലേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അതർ ഇൻഡിവിജ്വലിന് ഫുൾ കൺട്രോൾ ഉണ്ടായിരുന്നിരിക്കാം. നാട്ടില് ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ കൺട്രോൾ കാണും, ബാക്കിയുള്ള കാര്യങ്ങളിൽ കാണും. ഇവിടെ വന്നപ്പോൾ ആ പവർ ഇംബാലൻസ് പോയി, കൺട്രോൾ എൻ്റെ കയ്യിലില്ല. അപ്പൊ എനിക്ക് പേടിയായി, ഭയമായി. അപ്പം ആ കൺട്രോൾ തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എല്ലാ ആക്ഷനും അത് അബ്യൂസായി മാറപ്പെടും. ഇമോഷണലി, ഫിസിക്കലി അത് വരും. അതുകൊണ്ട് ഇതിനകത്തൊരു കറക്റ്റ് എന്താ പറയുന്നത് 1+1 2 എന്നുള്ളൊരു ആൻസർ അല്ല, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് മെനി. അപ്പൊ അതിൽ നിന്ന് ഒരു ചോദ്യം, ഈ അബ്യൂസിൽ കൂടെ പോകുന്ന ഒരാൾക്ക് എങ്ങനെയാ, ഏത് ഘട്ടത്തിലാണ് ഇത് തുടങ്ങിയത്, എങ്ങനെയാണ് ഇത് തുടങ്ങിയത്, എവിടെ വെച്ച് ഇത് ഒരു അബ്യൂസായി മാറിയെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അതിനെന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ? ഓഫ് കോഴ്സ് ഡൊമസ്റ്റിക് അബ്യൂസിന്റെ റിലേഷൻഷിപ്പിൽ വന്നു കഴിയുമ്പോൾ ഡൊമസ്റ്റിക് അബ്യൂസ് ആണെന്ന് ആ ഇൻഡിവിജ്വലിനെ മനസ്സിലാക്കാൻ ചിലപ്പോൾ ഒത്തിരി സമയമെടുക്കും. ആ ഒരു യാത്രയുടെ ചിലപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിന്റെ അവസാനത്തിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ മനസ്സിലാവുള്ളൂ. ചിലവർക്ക് അത് അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻഡിവിജ്വലിന് കിട്ടുന്ന മനസ്സിലാക്കുന്ന വാർണിംഗ് സൈൻസ് പോലെ ഇരിക്കും. ഏതൊരു റിലേഷൻഷിപ്പ് പോലെയും അക്കോർഡിംഗ് ടു റിസർച്ച് ഇപ്പൊ ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് ഉള്ള റിലേഷൻഷിപ്പിൽ ആരാണോ ഡൊമസ്റ്റിക് അബ്യൂസ് ചെയ്യുന്നത് അവിടെ റിലേഷൻഷിപ്പ് തുടങ്ങുന്നത് ഓവർ പ്രൊട്ടക്റ്റീവായിട്ട്. ഓക്കെ, അപ്പൊ ഈ കെയർ ആൻഡ് കൺട്രോൾ ഇതിനകത്ത് എന്താ പറയുന്നത് ഡിഫൈൻ ചെയ്യാൻ പറ്റാതെ ആളുകൾ കൺഫ്യൂസ്ഡ് ആയി പോകും. എന്നെ കെയർ ചെയ്യുന്നതുകൊണ്ട് 24 അവർ എവിടെയാണെന്ന് എന്നെ ഫോൺ വിളിച്ച് അന്വേഷിക്കുന്നു. എന്നോട് കെയർ ഉള്ളത് കൊണ്ട് എന്റെ സേഫ്റ്റി കാരണം അതെ അടുത്ത ആള് ഭയങ്കര ആകാംക്ഷ ആയതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നു, അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നു. അപ്പൊ ഫസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നത് കെയറിന്റെ നേച്ചറിലാണ്. ഓക്കെ, പക്ഷെ ആക്ച്വൽ കെയർ ഉണ്ട്, പക്ഷെ ഈ ഓവർ പ്രൊട്ടക്റ്റീവ്നെസിന്റെ ഉള്ളില് ഇത് കെയർ അല്ല കൺട്രോൾ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതർ ഇൻഡിവിജ്വലിന് മനസ്സിലാകാതിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഓവർ കെയർ ആൻഡ് പ്രൊട്ടക്ഷനിൽ തന്നെ അതർ ഇൻഡിവിജ്വലിന്റെ ഇൻഡിപെൻഡൻസി പതുക്കെ നഷ്ടപ്പെട്ടു തുടങ്ങും. ഇൻഡിപെൻഡന്റ് ആയിട്ട്, ഞാൻ ഫൈനാൻസിന്റെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ചെറിയ രീതിയിലായാലും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫൈനാൻസ് ചെയ്തിരുന്ന ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം പതുക്കെ ഞാൻ ചെയ്യാം. അപ്പൊ അവിടെ തന്നെ ഇവര് ഡീസ്കിൽഡ് ആയിട്ട് വരിക. പിന്നെ അടുത്തൊരു ഇത് വരുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനാണ് ബെറ്റർ, നിന്നേക്കാളും ബെറ്റർ ഞാനാണ്. അപ്പൊ അത് അറിയിക്കാൻ നടത്തുന്ന കുറച്ച് ശ്രമങ്ങളുണ്ട്. അപ്പൊ അടുത്ത പാർട്ണർ ചിന്തിക്കുന്നത് ദിസ് പേഴ്സൺ ഈസ് ബെറ്റർ ദാൻ മീ. ഓക്കെ, അപ്പം അതിന് ഇവർക്ക് ഒത്തിരി ഈ പറയുന്ന ഡൊമസ്റ്റിക് അബ്യൂസ് ചെയ്യുന്നവര് അവരറിയാതെ ഉപയോഗിക്കുന്ന കുറെ സ്ട്രാറ്റജീസ് ഉണ്ട്. മറ്റവരെ ലിറ്റിൽ ചെയ്യാൻ, നീ ലേസിയാണ്, നീ ക്രേസിയാണ്, നിനക്ക് അത്ര വിവരവും ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വന്ന് അവരുടെ സെൽഫ് എസ്റ്റീം ഡൗൺ ആവും. ഒരു പക്ഷെ ഈ ഇൻഡിവിജ്വൽ ഓൾറെഡി സെൽഫ് എസ്റ്റീം കുറഞ്ഞ ആളായിരിക്കും. അപ്പം ഈ ഒരു ട്രിഗറോട് കൂടെ അവരെ തന്നെ ലേബൽ ചെയ്യും, ഐ എം നോട്ട് ഗുഡ് ഇനഫ്. ഓക്കെ, അപ്പം ആ ഒരു ഈ സ്റ്റേജിലൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ ഡൊമസ്റ്റിക് അബ്യൂസ് അത്ര ഐഡന്റിഫൈ ചെയ്യുമെന്ന്. അതിനുശേഷം ഇതൊരു അബ്യൂസിന്റെ സ്റ്റേജിലേക്ക് മാറും. ആ സ്റ്റേജിൽ എവിടെയാന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഈ അബ്യൂസ് ചെയ്യുന്ന ആള് പറയും, ഇതെന്റെ പ്രശ്നമല്ലായിരുന്നു, അത് നിന്റെ പ്രശ്നമോ. അതിനാണ് ഈ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ആക്ച്വലി അത് അവരുടെ പ്രശ്നമായിരിക്കും. ഓക്കെ, അതർ ഇൻഡിവിജ്വലിന്റെ പ്രശ്നമല്ല, ഈ അബ്യൂസ് ചെയ്യുന്നവരുടെ പ്രശ്നമായിരിക്കും. പക്ഷെ അവരത് പറഞ്ഞ് തിരുത്തി ഈ കഥ ഇങ്ങനെ മാറ്റി പറഞ്ഞ് അതർ ഇൻഡിവിജ്വൽ കൺഫ്യൂസ്ഡ് ആകും. അപ്പൊ സെൽഫ് ബ്ലെയിമിങ്, ഓ ശരിയാ ഇതെന്റെ മിസ്റ്റേക്ക് ആയിരുന്നു. അല്ലെങ്കിൽ അവിടെ തോട്ട് വരും, ഇത് എന്തുകൊണ്ട് സംഭവിച്ചു, ഇത് ആരുടെ മിസ്റ്റേക്കാന്ന് ക്ലിയർ അല്ലാതെ വരും. അതൊരു ക്ലിയർ മാനിപ്പുലേഷൻ, തോട്ട് പ്രോസസ്സിൽ വരുന്ന ഒരു മാനിപ്പുലേഷനാണ്. ആ ഒരു സ്റ്റേജ് കണ്ടിന്യൂസ്ലി എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വലിന് ഒരു സൈൻ കിട്ടേണ്ടതാണ്, ഐ എം ഗോയിങ് ത്രൂ എ ഡിഫിക്കൽട്ട് റിലേഷൻഷിപ്പ്. പക്ഷെ ഈ ഡൊമസ്റ്റിക് അബ്യൂസിന്റെ ഒരു അടുത്തൊരു സൈക്കിൾ വരുമ്പോൾ ഇവർ പാച്ചപ്പ് ചെയ്യുന്ന ഒരു സൈക്കിളുണ്ട്. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞ് ഇവരൊരു റിജക്ഷന്റെ ഒരു സൈക്കിൾ ഉണ്ട്. അതായത് ആ ഇൻഡിവിജ്വലിനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ കണ്ടില്ലെന്നടിക്കും. ഇവരുടെ ഇമോഷണൽ നീഡ്, ഫിസിക്കൽ, സെക്ഷൽ നീഡ്സ് ഒന്നും മീറ്റ് ചെയ്യാതെ ഇരിക്കും. അത് ആക്ച്വലി ഈ അബ്യൂസ് ചെയ്യുന്നവര്
ഈ ഇൻഡിവിജ്വൽ തിരിച്ച് ഇൻഡിവിജ്വലിലേക്ക് അട്രാക്റ്റഡ് ആവാനുള്ളൊരു അവരുടെ സ്ട്രാറ്റജിയാണ്. അപ്പൊ അതായത് ഈ ഇൻഡിവിജ്വല് ക്രേവ് ചെയ്യുവാണ് ഇയാളുടെ അറ്റൻഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ആ അറ്റൻഷൻ കിട്ടുന്നില്ല എന്ന് അറിയുമ്പോൾ ഈ ഇൻഡിവിജ്വൽ കുറച്ചും കൂടെ കുറച്ചും കൂടെ സബോർഡിനേറ്റ് ആവും. അപ്പം അത് നമ്മൾ പറയില്ലേ, ഒരു ഗ്രൂമിങ് ആണത്. ഓക്കെ, അതെല്ലാം കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു പാച്ചപ്പ് പീരീഡ് ഉണ്ട്. പാച്ചപ്പ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ ഇൻഡിവിജ്വൽ ഇന്നത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്, ഓക്കെ, സ്റ്റിൽ ഐ ലവ് യു, നീ അല്ലാതെ എനിക്ക് ആരുണ്ട്, നീ അല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, നീ എന്നെ ഇട്ടിട്ട് പോയി, എന്റെ ലൈഫ് പോയി, ഓക്കെ എന്ന് പറഞ്ഞ് വളരെയധികം സ്നേഹത്തോടു കൂടെ പറയുമ്പം ഈ ഡൊമസ്റ്റിക് അബ്യൂസ് എക്സ്പീരിയൻസ് ചെയ്ത ഇൻഡിവിജ്വൽ ഇതെല്ലാം മറന്ന് ഈ ഇൻഡിവിജ്വലിന്റെ കൂടെ വീണ്ടും കണ്ടിന്യൂ ടു ഒരു ജേർണി തുടരാൻ ശ്രമിക്കും. പിന്നെ ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുവാണ്. അപ്പൊ ഈ ഡൊമസ്റ്റിക് അബ്യൂസിൽ നിന്ന് വിട്ടുപോകാൻ ശ്രമിക്കുന്ന ഇൻഡിവിജ്വല് റിസർച്ചേഴ്സ് പറയുന്നത് 3 പ്രാവശ്യമെങ്കിലും അവർ ആ റിലേഷൻഷിപ്പിൽ നിന്ന് പോകാൻ ശ്രമിക്കും, പിന്നെയും എഗെയിൻ കം ബാക്ക്, പിന്നെയും പോകാൻ ശ്രമിക്കും, എഗെയിൻ കം ബാക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ടിയാണ് ഐഡന്റിഫൈ ചെയ്യാൻ ഇയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ. കാരണം സ്നേഹിക്കുന്നുണ്ടെന്നാണ് വാക്കുകളിൽ പറയുന്നത്. ആ പറയുന്ന സമയത്ത് അത് ക്വൈറ്റ് ഇന്റൻസ് ആണ്. പക്ഷെ സ്റ്റിൽ അബ്യൂസിന്റെ സൈക്കിള് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അബ്യൂസിൽ കൂടെ പോകുന്നവർക്ക് മനസ്സിലാക്കാനുള്ളത്, നിങ്ങൾ ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ആർ എ വിക്ടിം ഓഫ് ഡൊമസ്റ്റിക് അബ്യൂസ്. ഇറ്റ് ക്യാൻ ബി ഇമോഷണൽ, ഇറ്റ് ക്യാൻ ബി ഫിസിക്കൽ. അപ്പൊ ഇവർക്ക് വീട്ടുകാരും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ഇല്ലേ, അപ്പൊ അവർക്കൊക്കെ ഇതിനകത്തൊരു പങ്കില്ലേ, ഇതിനകത്ത് ഇവരെ സപ്പോർട്ട് ചെയ്യാനോ അതെങ്ങനെയാണ് സംഭവിക്കാതിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവും. താങ്ക് യു വിമൽ. അതൊരു ഞാൻ മിസ് ചെയ്തിട്ടുള്ള ഈ ഒരു സൈക്കിൾ പറഞ്ഞപ്പോൾ മിസ് ചെയ്തു പോയൊരു റെലവെന്റ് ഇൻഫർമേഷൻ ആണ്. ഈ ഡൊമസ്റ്റിക് അബ്യൂസിന്റെ ആ ഒരു ആസ്പെക്റ്റിൽ വരുമ്പോൾ ഈ അതർ ഇൻഡിവിജ്വല് ശ്രമിക്കുന്നത് ഈ ഇൻഡിവിജ്വലിനെ എങ്ങനെ ഐസൊലേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം മെയിൻലി ഒരു പക്ഷേ ഇപ്പം അവർ ക്ലോസ് ആയിരുന്നത് അവരുടെ ഫാമിലി മെമ്പർ അമ്മയോടായിരിക്കാം, സിസ്റ്ററിനോടായിരിക്കാം, ബ്രദറിനോടായിരിക്കാം, ക്ലോസ് ഫ്രണ്ട്സിനോടായിരിക്കാം. പക്ഷെ അവരിൽ നിന്നൊക്കെ ഇവരെ ഐസൊലേറ്റ് ചെയ്യും. അത് മാനിപ്പുലേഷനോട് കൂടിയാണ് ഐസൊലേറ്റ് ചെയ്യുന്നത്. നീ നിന്റെ അമ്മയെ വിളിച്ചു, ഇന്ന കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടല്ലേ നമ്മുടെ ഇടയിൽ പ്രശ്നം ഉണ്ടായത്, ഇനി എന്റെ കൺസെന്റ് ഇല്ലാതെ അമ്മയെ വിളിക്കണ്ട. അവർ ടിപ്പിക്കലി പറയുന്ന സെന്റൻസാ. നീ ഇന്ന ഫ്രണ്ടിന്റെ കൂടെ പോകണ്ട, അവരുടെ ഫ്രണ്ട് നമ്മുടെ ഫാമിലി ലൈഫിൽ ഇന്റർഫിയർ ചെയ്തതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായത്, സോ യു ഷുഡ് ബി അവേ ഫ്രം ദം. അപ്പൊ അത് ഒരു പ്രശ്നമായിട്ട് മാറും. അതായത് അവര് ഇതൊരു പ്രശ്നമായി ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അതിനെക്കുറിച്ച് തന്നെ കംപ്ലീറ്റ്ലി സംസാരിക്കും. അപ്പൊ ഈ ഇൻഡിവിജ്വൽ എന്താ ട്രൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രശ്നങ്ങളും അവോയ്ഡ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നത്. ഇതൊരു ട്രിഗർ ആവണ്ട. അപ്പൊ ഒരു പതുക്കെ സോഷ്യൽ നെറ്റ്വർക്കിൽ നിന്ന് കട്ട് ചെയ്ത് ഒരു ഒട്ടുമുക്കാൽ കേസിലും അവർ മിക്കവാറും സോഷ്യലി ഐസൊലേറ്റഡ് ആയിരിക്കും ആ സമയത്ത്. കാരണം അവര് ആ കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാതെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ അതർ ഇൻഡിവിജ്വൽ. അപ്പം അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ഇത് ഏർലി സ്റ്റേജിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യപ്പെടാതിരിക്കാൻ കാരണം അതായിരിക്കും. അതുപോലെ മറ്റൊരു വീട്ടിലെ കുട്ടികളും അല്ലെങ്കിൽ ചിലപ്പം അപ്പനും അമ്മമാരും ആന്റിമാരും ഒക്കെ അടുത്തടുത്ത് UK-ലാണെങ്കിലും താമസിക്കുന്നവരുണ്ടാവും. ഇതിന്റെ ഒരു വൈഡർ പ്രശ്നം എന്താണ്? എങ്ങനെയാണ് ഇത് കുട്ടികളെ അഫക്ട് ചെയ്യുന്നത്? ഇപ്പൊ കേൾക്കാറുണ്ട്, സ്കൂളുകളിലൊക്കെ ഇതൊരു ചോദ്യമായി വരുന്നുണ്ട്. സ്കൂളുകളിൽ ചോദിക്കും, സ്കൂളുകാർ ഇതിനെപ്പറ്റി അധികം പറയടിക്കുന്നത്. ഇപ്പൊ വീട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തെ പറ്റി സ്കൂളിൽ എന്തിനാണ് അവർ പറയുന്നത്? അതെ, ഇവിടുത്തെ UK-യുടെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് എല്ലാ സിസ്റ്റത്തിനും, അതായത് ചൈൽഡിന്റെ അറൌണ്ട് വർക്ക് ചെയ്യുന്ന എല്ലാ സിസ്റ്റത്തിനും ആ ചൈൽഡിന്റെ വെൽബീങ് നീഡ് മീറ്റ് ചെയ്യാനുള്ള ഒരു ലീഗൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പം ഒരു സ്കൂൾ ഏജ് ആയിട്ടുള്ള ഒരു ചൈൽഡിനെ സംബന്ധിച്ചിടത്തോളം അവർ മോസ്റ്റ്ലി ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് സ്കൂള്. അപ്പം ഒരു 70 to 80% ടൈമിലും അബ്യൂസും കാര്യങ്ങളും റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് സ്കൂളിൽ നിന്നാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവിടെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ അവരുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല അവരുടെ ഒരു വെൽബീങ് ചെക്ക് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നടക്കുന്നുണ്ട്. വെദർ ദ ചൈൽഡ് ഈസ് ഹാപ്പി, സാഡ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് സാഡ് ആകുന്നത്. അപ്പോൾ അവർക്കത് ചോദിക്കാം, അവർക്കതിന് ലീഗൽ പെർമിഷൻ ഉണ്ട്. ഈ ഡൊമസ്റ്റിക് അബ്യൂസ് നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യമല്ലേ, സ്കൂളിന് എന്ത് പ്രശ്നം, നാട്ടുകാർക്ക് എന്ത് പ്രശ്നം, ഫെയർ ക്വസ്റ്റ്യൻ. പക്ഷെ അതിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് ഇമ്പാക്ടിങ് ചൈൽഡ്. അത് പാരന്റ്സ് ആണെങ്കിൽ അവരത് മനസ്സിലാക്കുന്നില്ല. അവരത് കണ്ടുകൊണ്ടിരിക്കുക, അത് ഇറ്റ്സ് ഇമോഷണലി ഡിഫിക്കൽട്ട് ഫോർ ദം. അത് ചൈൽഡിന്റെ ലേണിംഗ് ഏജ് ആണ്, അവരത് കോപ്പി ചെയ്യുക. ഈ നമ്മുടെ റിസർച്ച് ഒക്കെ പറയുന്നത് അത് കണ്ടുകൊണ്ട് അതിൽ വിക്റ്റിമായിട്ട് വളർന്നിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് നാളെ ഒന്നല്ലെങ്കിൽ ആ കുട്ടി വിക്റ്റിമാകും, അല്ലെങ്കിൽ നാളെ ആ കുട്ടി അത് കമ്മിറ്റ് ചെയ്യുന്ന ആളാകും. ബിക്കോസ് ആ ലേണിംഗ് അഡോപ്റ്റ് ചെയ്യുകയാണ്. പിന്നെ അവരത് ഇമോഷണലി ഫ്രസ്ട്രേറ്റഡ് ആവുന്നു, ആങ്സൈറ്റി വരുന്നു, ഭയം വരുന്നു. കാരണം ഒരു കുട്ടിയുടെ ഏറ്റവും സെക്യൂരിറ്റി ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ബോത്ത് പാരന്റ്സ് ബീൻ ഇൻ ലവ്. അവരത് ഫൈറ്റ് ചെയ്യുന്നത് ഇവരുടെ മുമ്പിൽ വെച്ച് കാണുമ്പോൾ അവർക്ക് എന്താ വരുന്നത്, പേടിയാണ് വരുന്നത്. ആ ഒരു ഭയങ്കരമായിട്ടുള്ള ആങ്സൈറ്റി, ഭയമാണ് വരുന്നത്. കാരണം അപ്പൻ അമ്മയെ ഹേർട്ട് ചെയ്താലും അമ്മ അപ്പനെ ഹേർട്ട് ചെയ്താലും കുട്ടീനെ ഇൻഡിവിജ്വലി സെയിം ഇമ്പാക്റ്റ് ആണ് ഇമോഷണലി. അപ്പോൾ ഒരിക്കലും കുട്ടികളുടെ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റിന് ഡൊമസ്റ്റിക് അബ്യൂസ് വിറ്റ്നസ് ചെയ്യുന്നത് സേഫ് അല്ല. ദാറ്റ്സ് വാട്ട് റിസർച്ച് സേസ്. അതുകൊണ്ടാണ് അത് വളരെ സീരിയസ് കൺസേൺ ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇപ്പം ഒരു സാഹചര്യത്തിൽ ഇത് ഒരു വിക്ടിമിന് മനസ്സിലാവുകയാണ് ഡൊമസ്റ്റിക് അബ്യൂസ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. അത് മനസ്സിലായി കഴിഞ്ഞാൽ UK-യിൽ എന്ത് സപ്പോർട്ടാണ് ഈ ആൾക്ക് കിട്ടുന്നത്? ഓക്കെ, ഇപ്പോൾ ആ ഒരു ഇൻഡിവിജ്വൽ സീരിയസ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് അബ്യൂസിൽ കൂടെ കടന്നു പോവുകയാണ്. അവരുടെ പാർട്ട്ണറോട് ഇത് സംസാരിച്ചു, ബട്ട് സ്റ്റിൽ പാർട്ട്ണറുടെ കയ്യിൽ അവർ വളരെ സീരിയസ് ആയിട്ടുള്ള ത്രെട്ട് ആണെന്നുണ്ടെങ്കിൽ വളരെ എമർജൻസി സിറ്റുവേഷൻസ് വന്നാൽ, അതായത് ഫിസിക്കൽ അസോൾട്ട്, വളരെ എമർജൻസി സിറ്റുവേഷനിൽ ഓഫ് കോഴ്സ് 99 വിളിക്കാം. അതല്ലാതെ എല്ലാ കൗണ്ടിയിലും, നിങ്ങൾ ഏത് കൗണ്ടിയിലാണോ താമസിക്കുന്നത് അതാത് കൗണ്ടിയിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഡൊമസ്റ്റിക് അബ്യൂസ് സപ്പോർട്ട് ലൈൻ എന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുണ്ട്. പിന്നെ അത് മാത്രമല്ല, എല്ലാ എംപ്ലോയ്മെന്റ് ലോ, എല്ലാ എംപ്ലോയ്മെന്റ് പോളിസീസ്, എംപ്ലോയ്മെന്റ് സപ്പോർട്ട് ഉണ്ട്. നിങ്ങൾ ഡൊമസ്റ്റിക് അബ്യൂസിന്റെ വിക്ടിം ആണെന്ന് ഓർത്തിട്ട് നിങ്ങളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടില്ല. ഓക്കെ, പിന്നെ മറ്റൊന്ന് വളരെ സീരിയസ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് കേസിൽ, അതായത് ആ ഇൻഡിവിജ്വൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ത്രെട്ട് ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫിസിക്കൽ വയലൻസ് ഒക്കെ നടന്ന കേസിൽ അക്കോർഡിംഗ് ടു ലോ ഒരു നോൺ മൊളസ്റ്റേഷൻ ഓർഡർ, അതായത് അതർ ഇൻഡിവിജ്വലിന് ഈ ഇൻഡിവിജ്വലിന്റെ പ്രോപ്പർട്ടിയോ ഇൻഡിവിജ്വലിന്റെ അടുത്തോ ഇത്ര മീറ്റേഴ്സ് അകലെ വരെ ഇത്ര കാലത്തേക്ക് ആക്സസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഇൻജക്ഷൻ ഓർഡർ ഉണ്ട്. അതായത് ഈ ഇൻഡിവിജ്വലിന്റെ സേഫ്റ്റീനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിൽ ഞാൻ പലപ്പോഴും മലയാളികളിൽ കണ്ടേക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് റോങ് വേർഡാണ്. ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനൊരു ഓർഡർ പോലീസ് ഇടുന്നത് ആക്ച്വലി ആ ഇൻഡിവിജ്വലിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുമായിരിക്കും. അപ്പം കുട്ടികളുള്ള ഒരു പാർട്ണർ ആണെങ്കിൽ കെയർഫുൾ ആയിരിക്കണം. അങ്ങനെ ഒരു ഓർഡർ ഇട്ടിട്ടുണ്ടെങ്കിൽ യു ആർ നോട്ട് അലൗഡ് ടു അതർ ഇൻഡിവിജ്വലിനെ ഒരിക്കലും ആ ഒരു ഓർഡർ ലംഘിക്കാൻ നിങ്ങൾ സീക്രട്ടായിട്ട് അലൗ ചെയ്യരുത്. അതായത് പിന്നീട് എമ്പതിയും സിമ്പതിയും തോന്നിയിട്ട് അതെന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പാരന്റിങ് കപ്പാസിറ്റീനെ ക്വസ്റ്റ്യൻ ചെയ്യും അത്. ഓക്കെ, അതായത് മദറിന് ചൈൽഡിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ആരാണോ പാരന്റിങ് ഉള്ളത് അവർക്ക് അതിന് കഴിവില്ല, കാരണം അബ്യൂസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആ ഓർഡർ അവരെ ലംഘിച്ചിട്ട് ആ ഇൻഡിവിജ്വലിനെ വീണ്ടും വീട്ടിലേക്ക് വിളിക്കുവാണ്. അപ്പൊ അതൊരു നീഡ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ്. ഓക്കെ, വേറൊരു ചോദ്യം, ഇപ്പം ഇമിഗ്രേഷൻ, വിസ, ഈ വക കാര്യങ്ങളെ അഫക്റ്റഡ് ആവും? ഇപ്പം സപ്പോസ് ഇത് വിക്ടിമിനെ അബ്യൂസ് ചെയ്യുന്ന ആളുടെ ഡിപ്പെൻഡന്റ് ആയിട്ട് വിസയിൽ വന്നിരിക്കുന്ന ഒരു ലേഡി, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി അവരെ ഡിപ്പെൻഡന്റ് ആയ ഒരു ഭർത്താവാണെന്ന് വെച്ചു, അപ്പോൾ ആ വിസ, ആ കാര്യങ്ങളൊക്കെ അത് എങ്ങനെ അഫക്റ്റ് ചെയ്യും? എക്സ്ട്രീം സിറ്റുവേഷൻസിൽ അങ്ങനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ആദ്യത്തെ ഒരു പ്രാവശ്യമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടെ എന്നുണ്ടെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് സെഷൻ, തെറാപ്യൂട്ടിക്കൽ സെഷൻ കൊടുത്താൽ, അതായത് ഹൂവർ ഇറ്റ് ഈസ് കമ്മിറ്റിംഗ്, ഓക്കെ, അവരത് റിഫ്ലക്ട് ചെയ്യുകയും മൂവ് ഓൺ ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ ബിറ്റ്വീൻ ബോത്ത് ഓഫ് ദം അത് കംപ്ലീറ്റ്ലി ഫൈൻ ആണ്. പക്ഷെ ഇതിന് പകരം ഇതിനകത്തൊരു സീരിയസ് ആയിട്ടുള്ളൊരു അസോൾട്ട് നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇപ്പം ആരുടെയാണോ മെയിൻ വിസ അവരെ സംബന്ധിച്ചിടത്തോളം ഡിപ്പെൻഡന്റ് വിസ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ലീഗൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. അത് അവരുടെ DBS-ൽ റെക്കോർഡ് ചെയ്യപ്പെടും. ഓക്കെ, പിന്നീട് ഈ പാർട്ട്ണറിന് തന്നെ വിസ പുതുക്കണ്ട എന്ന് തോന്നാം. അതൊക്കെ അതിന്റെ സിറ്റുവേഷൻസ് ആണ്. ചില എക്സ്ട്രീം സിറ്റുവേഷൻസിൽ ചിൽഡ്രൻ സോഷ്യൽ സർവീസ് ഇൻവോൾവ് ആകുമ്പോൾ അത് കുട്ടികളുടെ സേഫ്റ്റിനെ ഇൻഡിവിജ്വൽ ഇമ്പാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഈ പറയുന്ന പോലെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദെയർ വിസ സ്റ്റാറ്റസ്, ദാറ്റ് കുഡ് ബി. ഓക്കെ, പിന്നെ നമ്മൾ ഇത്രയൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഡൊമസ്റ്റിക് അബ്യൂസ് കമ്മിറ്റ് ചെയ്യുന്നവർക്കും ഇവിടെ സപ്പോർട്ടുണ്ട്. എവറി ഇൻഡിവിജ്വൽ ഹാസ് എ സ്പേസ് ടു ലേൺ ആൻഡ് റിഫ്ലക്ട്, അല്ലേ? നമ്മളാരും കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് അല്ല, മിസ്റ്റേക്ക് ഫ്രീ അല്ല. അപ്പം അവർക്ക് ഒത്തിരി സപ്പോർട്ട് അവൈലബിൾ ആണ്. പക്ഷെ അത് സ്വന്തം റിഫ്ലക്ഷൻ വേണം. വാട്ട് എവർ ഐ എം ഡൂയിങ് ഇസ് റോങ് എന്ന് ഏത് പോയിന്റിൽ അവർ റിഫ്ലക്ട് ചെയ്യുന്നു അതിനകത്ത് ഒത്തിരി കൗൺസിലിംഗ് പ്രോഗ്രാംസ് ഉണ്ട്, ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്, ആങ്കർ മാനേജ്മെന്റ് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ദർ ആർ ലോട്ട്സ് ഓഫ് സപ്പോർട്ട് സിസ്റ്റം അറൌണ്ട് ദ പേഴ്സൺ ഹു ഈസ് എക്സ്പീരിയൻസിങ് ദ അബ്യൂസ് ആൻഡ് ഹു ഈസ് കമ്മിറ്റിംഗ് ദ അബ്യൂസ്. താങ്ക് യു സൂസൻ, ഇത്രയും നേരം ഞങ്ങളുമായി ഇത്ര നല്ലൊരു ടോക്ക് തന്നതിന് വളരെയധികം താങ്ക്സ്. താങ്ക് യു വിമല. താങ്ക് യു.